ഓഫ് ചെയ്തോ ഏതാ പാമ്പാണെന്ന് ഈ തേക്കല പുള്ളിന്ന് കേട്ടിട്ടുണ്ട് അതാവും അപ്പൊ ഇവരുടെ കൂടെ പണി എന്നോട് വിളിച്ച ആള് പറഞ്ഞത് വെള്ളിക്കട്ടനാണ്, ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഞാൻ വിചാരിച്ചു കാട്ടുപാമ്പായിരിക്കും അവിടെ നിന്നിട്ട് ഞാൻ ഇതിൽ നോക്കാം. അപ്പൊ എന്റെ ഉള്ളിൽ നല്ല പേടി കിട്ടാ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്, കാര്യം മണ്ണാ വീണു. അപ്പൊ ഞാൻ ചെടിച്ചില്ല നോക്കുമ്പോ ചേട്ടൻ കാണാനില്ല. കയറ് ഒരു കയറ് കിട്ടാൻ വേണ്ട. ആള് വീഡിയോഗ്രാഫറാ, ആള് ഞാൻ ആള് എടുത്തോളൂ. ഓടിപ്പോയതല്ല, ഞാനും പേടിച്ചുട്ടാ. കാരണം നമ്മള് ഇങ്ങോട്ട് പാലുമ്പോ എന്താ വീണ് പാമ്പന്റെ അതാ വിചാരം. അതാണ്ടേ പാമ്പ് എന്നുള്ളതിലല്ലേ കേന്ദ്രീകരിച്ച് കിട്ടുന്നത്. അങ്ങോട്ട് വീണ പാമ്പ് കടിക്കണ്ടല്ലോ. അപ്പൊ സ്നേക് മാനിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് നെയ്തലക്കാവ് അമ്പലത്തിന്റെ പുറകിലാണ്. ഇവിടെ ലുലു ഗ്രൂപ്പിന്റെ ഒരു എം കെ വില്ല അതിനോട് ചേർന്നിട്ട് ഇവിടെ കുറച്ച് ഒരു പ്ലോട്ടുകൾ ഇങ്ങനെ എന്താ പറയാ തരംതിരിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പ്ലോട്ടിൽ തറക്കി ഇങ്ങനെ വീട് പണിയുള്ള സെറ്റപ്പിനാക്കാണ്. JCB കാരൻ വന്നപ്പോൾ ഒരു കിണറുണ്ട്. അപ്പൊ ഈ കിണറ്റിൽ ഞാൻ വന്നു നോക്കിയപ്പോ ഫസ്റ്റ് കണ്ടത് ഒരു ആമേനാണ് കേട്ടോ. ഒരു ആമ ഉണ്ട് അതിനുള്ളിൽ. ഞാൻ വന്നു നോക്കി. അപ്പൊ ആമ അതിനുള്ളിലേക്ക് താഴെ പോയി. പിന്നെ കുറച്ച് കണ്ട് നീങ്ങിയപ്പോഴാണ് ഇവിടെ എന്നോട് വിളിച്ച് പറഞ്ഞ ആള് വെള്ളിക്കെട്ടനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ വെള്ളിക്കെട്ടനല്ല, അണലിയാണ്. അത്ര വലിപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു അണലിയാണ്. അപ്പൊ എന്തായാലും നമ്മള് അധികം വെള്ളം ഇത്രയും ലെവലിൽ വെള്ളം നിൽക്കുന്നുണ്ട്, ഉയരത്തിലെ വെള്ളം നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ പാടം കോൾപ്പാടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് അധികം റിസ്ക് എടുക്കാണ്ട് തന്നെ നമുക്ക് ഈ ചെറിയൊരു തോട്ടി വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു രക്ഷാപാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഏട്ടാ കയറാം. വേണ്ടേ ഈ വീഡിയോഗ്രാഫറാണ് ഈ പണിക്ക് വന്ന ആളൊന്നുമല്ല. എന്നോട് ചോദിക്കുന്നൊക്കെ അല്ല, ഞാൻ ചോദിക്കില്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എടുക്കണ, നിങ്ങൾ നേരത്തെ പറഞ്ഞൊക്കെ എടുക്കണ്ടേ. ഇനിയിപ്പോ അമ്മനെ പിടിക്കാൻ ടോപ്പ് ചെയ്താൽ മതി. എന്റെ വീട് വെള്ളാനിക്കര. ശരിക്കും വീട് മുക്കാട്ടുകര. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് വെള്ളാനിക്കര. ഞാൻ വർക്ക് ചെയ്യുന്നത് പറട്ടാനിൽ. യൂണിവേഴ്സിറ്റിയുടെ ബാക്കിലിട്ട്. ഞാൻ കണ്ടപ്പോഴേ എന്റെ ഷർട്ടിന്റെ അടുത്ത് ഇതേമാതിരി ഡിസൈനില് എനിക്ക് ഷർട്ടിന്റെ അടുത്ത് പുള്ളി കളറ് അതേമാതിരി ഡിസൈനും. ഞാൻ ചേട്ടനെ വിളിക്കേ നോക്കിട്ട് എന്ത് പാമ്പ് നോക്കിയത് പറഞ്ഞത് മണ്ണ വീണപ്പോ കിളി പോയി. എന്നെ വിളിച്ചാൽ ഇതിന്റെ ഓണറായിരിക്കും അല്ലേ? ഓണറായിരിക്കും. ഞാൻ മറ്റേ പുല്ല് വെട്ടാൻ വരാറുണ്ട് ഒരുത്തിന് വിൽസെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവനോട് വിളിച്ചു പറയും. അപ്പൊ അവൻ അവരെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞിട്ട് നോക്കിയപ്പോ പിന്നെ വന്നത് മറ്റേ കുറ്റിയടിക്കാൻ മറ്റേ പിള്ളേർ അവരാ വന്ന. ഈ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ ഉള്ളില് ഈ സാധനം പറഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല അവരെ. പഠിച്ച മക്കളെ എന്തെങ്കിലും നമുക്ക് തല്ലിക്കൊല്ലാ അറിയാം. തല്ലിക്കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പാമ്പിനോടിക്കാൻ. തൃശ്ശൂർ തന്നെ ഏതാണ്ട് ഒരു 100ന്റെ അടുത്ത് ആൾക്കാരുണ്ട്. ഞങ്ങള് മലപ്പുറത്തൊരു പെങ്ങനുണ്ട്. മലപ്പുറത്താര്? ഉഷയാ? അറിയുന്ന ആളാണോ? അല്ലല്ല, ഞങ്ങൾ യൂട്യൂബ് കണ്ടതാ. യൂട്യൂബ് കണ്ടതാ. ഓക്കെ. അപ്പൊ നമ്മൾ പൈപ്പും ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എടുക്കാം.
ആർക്കും പേടി. ആ അപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. വെള്ളം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഏതാ കിണർ വെള്ളം കിണർ വെള്ളം യൂസ് യൂസ് ചെയ്യാറില്ല, കുടിക്കാൻ. കുടിക്കാറുണ്ടാ? പ്രോബ്ലം ഉണ്ടോ? ആ പിന്നെന്താ, ഒരു കുഴപ്പമില്ല. ആ പാമ്പ് കിണറ്റിൽ കിടന്നോണ്ടേ വേറെ വെള്ളത്തിനൊന്നും സംഭവിക്കാൻ പോണില്ല. വിഷം പുറത്തേക്ക് വന്നാലും ഇത്രയും വെള്ളമല്ലേ, പിന്നെ വെള്ളം അല്ല എന്താ പറയാ, ഈ വിഷം അകത്തേക്ക് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ബ്ലഡിൽ കലർന്നാലാണ് പ്രശ്നമുള്ളൂ. പിന്നെ ഇത്രയും വെള്ളമാണ്, പിന്നെ വിഷയിൽ ചീറ്റാനുള്ള ഇതൊന്നും ഇല്ല, പാമ്പ് അങ്ങനെ ചെയ്യൂല. പാമ്പ് കടിച്ചാൽ മാത്രമേ അതിൻ്റെ വിഷപ്പല്ലിൽ നിന്ന് വിഷം പുറത്തേക്ക് വരുള്ളൂ. ഏതാ? ബ്ലഡിലൂടെ അത് കയറാം. ആ ബ്ലഡിലൂടെ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ വെനം എന്ന് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ പാമ്പിൻ്റെ വിഷത്തിൻ്റെ വെനം എന്ന് പറയണത്. അപ്പം എന്തായാലും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, സംഭവം സിമ്പിളായിട്ടുള്ള പരിപാടിയായിരുന്നു. നമ്മൾ പാമ്പിനെ തൊട്ടിട്ട് പോലുമില്ല, നേരെ പൈമ്പാകും വെച്ച് പുറത്തേക്ക് തന്നെ നമ്മൾ ഈ തൊട്ടി ഉപയോഗിച്ച് വെച്ചപ്പോൾ അതിനുള്ളിൽ കയറിപ്പോയി. അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയൊരു അണലിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.